പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നു. ധർമ്മടത്തിൽ നിന്ന് 19,242 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തുന്നത്. VP അബ്ദുൾ റഷീദായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. കടുത്ത പോരാട്ടം നടന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ പിണറായി വിജയൻ ഇത് 7ാം ഊഴം. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയൻ ധർമ്മടം MLA സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയാണ്. ധർമ്മടത്ത് നിന്ന് തന്നെ അദ്ദേഹം 3ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. നിയുക്ത പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സഭാരേഖകളിൽ ഒപ്പുവച്ചു. അദ്ദേഹം സ്പീക്കർ G. സുധാകരന്റെ അടുത്തേക്ക് ഹസ്തദാനത്തിനായി ഇനി പോകും. സംസ്ഥാനത്ത് കടുത്ത ഇടത് വിരുദ്ധ തരംഗത്തിൽ 35ലേക്ക് LDF-ന്റെ സീറ്റുകൾ ഒതുങ്ങിപ്പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നുള്ളതാണ് പാർട്ടി തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം സ്പീക്കറുടെ കസേരയ്ക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. സ്പീക്കർ G. സുധാകരൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹസ്തദാനം നൽകുന്നത്.